ഡോക്ടറെ കാണണ്ട, ഇനി വയസ്സാകില്ല. യൗവനം നിലനിർത്താൻ ബുദ്ധൻ പറഞ്ഞ രഹസ്യം. കണ്ണാടിയിൽ നോക്കുമ്പോൾ മുഖത്ത് വീഴുന്ന ഓരോ പുതിയ വരയും നരച്ച ഓരോ മുടിയും കണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഭയപ്പെട്ടിട്ടുണ്ടോ? നെറ്റിയിലെ ആ ചെറിയ ചുളിവ് കാണുമ്പോൾ, കണ്ണിന് താഴെ കറുപ്പ് പടരുന്നത് കാണുമ്പോൾ, അയ്യോ എനിക്ക് പ്രായമാവുകയാണല്ലോ എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പോലെ കടന്നുപോയിട്ടുണ്ടോ? നമ്മൾ ജീവിക്കുന്നത് ഒരു വിചിത്രമായ ലോകത്താണ്. പ്രായമാവുക എന്നത് പ്രകൃതിയുടെ ഒരു സ്വാഭാവികമായ മാറ്റമാണെന്ന് നമ്മളെപ്പോഴോ മറന്നുകഴിഞ്ഞു. പകരം അതൊരു രോഗമാണെന്നും അതിനെ ചികിത്സിച്ചു മാറ്റണമെന്നും നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. ഇതിനായി വിപണിയിൽ കിട്ടുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളും നിറം വർദ്ധിപ്പിക്കാനുള്ള മരുന്നുകളും മുഖത്ത് വാരിപ്പൂശാൻ നമ്മൾ മടിക്കാറില്ല. ആയിരങ്ങളും ലക്ഷങ്ങളുമാണ് നമ്മൾ ഇതിനായി ഓരോ വർഷവും ചിലവാക്കുന്നത്. എന്നാൽ ഇതെല്ലാം ചെയ്തിട്ടും വാർദ്ധക്യം നമ്മളെ വിട്ടുപോകുന്നുണ്ടോ? അത് വീണ്ടും വരുന്നു, കൂടുതൽ ശക്തിയോടെ. പക്ഷേ 2500 വർഷങ്ങൾക്ക് മുൻപ് മരുന്നുകളോ ആശുപത്രികളോ കോസ്മെറ്റിക് ക്രീമുകളോ ഇല്ലാത്ത ഒരു കാലത്ത് ഗൗതമബുദ്ധൻ ഒരു വലിയ രഹസ്യം കണ്ടെത്തിയിരുന്നു. ശരീരം കൊണ്ടല്ല, മനസ്സുകൊണ്ടും ജീവിതശൈലി കൊണ്ടും എങ്ങനെ നിത്യയൗവനം നിലനിർത്താം എന്ന രഹസ്യം. ഡോക്ടറെ കാണാതെ, മരുന്നുകൾ കഴിക്കാതെ നിങ്ങളുടെ പ്രായം വെറും ഒരു സംഖ്യ മാത്രമായി മാറ്റാൻ സഹായിക്കുന്ന ബുദ്ധന്റെ ആ അറിവുകളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ വെറുമൊരു ഉപദേശമല്ല. ഇത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന, നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും ഉണർവ് നൽകുന്ന ഒരു അറിവാണ്. ശരീരം തളരുന്നത് പ്രായം കൂടുമ്പോൾ മാത്രമല്ല, നമ്മുടെ മനസ്സ് മടുക്കുമ്പോഴാണ് എന്ന് ബുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നു. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങളിത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് യൗവനത്തിനുള്ള കുറുക്കുവഴികളല്ല, മറിച്ച് ആരോഗ്യത്തോടെയും ചുറുചുറുക്കോടെയും പ്രസരിപ്പോടെയും ഇരിക്കാനുള്ള ശാശ്വതമായ മാർഗമാണ്. നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആരോഗ്യവും സന്തോഷവുമാണെങ്കിൽ, പോസിറ്റീവ് എനർജി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ ഓരോ ലൈക്കും ഇത്തരം നല്ല അറിവുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മളെ സഹായിക്കും. ഒന്നാം ഭാഗം, ഭക്ഷണത്തിലെ രഹസ്യം. ആദ്യത്തെ രഹസ്യം ഇരിക്കുന്നത് നമ്മുടെ വയറ്റിലാണ്. ബുദ്ധന്റെ കാലത്തു നടന്ന ഒരു ചെറിയ കഥയിലൂടെ നമുക്കിത് മനസ്സിലാക്കാം. ഒരിക്കൽ കോസല രാജാവായ പസേനാദി ബുദ്ധനെ കാണാനെത്തി. രാജാവ് അതിസമ്പന്നനായിരുന്നു. രാജ്യത്തെ സകല സുഖസൗകര്യങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം വല്ലാതെ അമിതവണ്ണമുള്ള ആളായിരുന്നു. നടക്കാൻ പോലും പ്രയാസപ്പെടുന്ന, അല്പം നടക്കുമ്പോഴേക്കും കിതച്ചുകൊണ്ട് വന്നെത്തുന്ന രാജാവിനെ കണ്ട് ബുദ്ധൻ ചോദിച്ചു, രാജാവേ, അങ്ങേക്കെന്തുപറ്റി? എന്താണ് അങ്ങയുടെ അസ്വസ്ഥത? അങ്ങ് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നുവല്ലോ. രാജാവ് പറഞ്ഞു, ഭഗവാനെ, എനിക്കെപ്പോഴും ക്ഷീണമാണ്. ഒന്നിനും ഒരു ഉന്മേഷമില്ല. ശരീരം എനിക്കൊരു ഭാരമായി മാറുന്നു. ഭക്ഷണം കഴിച്ചാൽ ഉടനെ ഉറക്കം വരുന്നു. ചിന്തിക്കാൻ പോലും മടി തോന്നുന്നു. വൈദ്യന്മാർ പലരും വന്നു നോക്കി, പല മരുന്നുകളും തന്നു. പക്ഷേ ഒന്നിനും എന്റെ ക്ഷീണം മാറ്റാൻ കഴിയുന്നില്ല. ഇത് കേട്ട ബുദ്ധൻ ശാന്തമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാജാവേ, മനുഷ്യൻ സ്വന്തം ശവക്കുഴി തോണ്ടുന്നത് പലപ്പോഴും സ്വന്തം പല്ലുകൾ കൊണ്ടാണ്. എന്താണ് ബുദ്ധൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അമിതമായ ഭക്ഷണം വിഷത്തിനു തുല്യമാണ്. വിശപ്പില്ലാതെ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തെ വേഗത്തിൽ വയസ്സയിക്കും. രുചിക്കുവേണ്ടി മാത്രം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ആയുസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ബുദ്ധൻ രാജാവിന് നൽകിയ ഉപദേശം മിതാഹാരം എന്നതായിരുന്നു. ഇന്നത്തെ ശാസ്ത്രം ഇതിനെ പല പേരുകളിൽ വിളിക്കുന്നുണ്ടെങ്കിലും ബുദ്ധൻ അന്ന് പറഞ്ഞത് ലളിതമായ കാര്യമാണ്. നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വിശ്രമം കിട്ടുന്നില്ല. ഉള്ളിൽ ചെന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ വേണ്ടി മാത്രം ശരീരം അതിന്റെ മുഴുവൻ ഊർജ്ജവും ചെലവഴിക്കുന്നു. അതുകൊണ്ട് ശരീരത്തിന് കേടുവന്ന കോശങ്ങളെ നന്നാക്കാനോ പുതിയ കോശങ്ങളെ നിർമ്മിക്കാനോ സമയം കിട്ടുന്നില്ല. എന്നാൽ വിശക്കുമ്പോൾ മാത്രം മിതമായി ഭക്ഷണം കഴിച്ചാൽ ശരീരം സ്വയം ശുദ്ധീകരിക്കാൻ തുടങ്ങും. പഴയതും കേടുവന്നതുമായ കോശങ്ങളെ ശരീരം തന്നെ നീക്കം ചെയ്യുകയും അവിടെ പുതിയ കോശങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് യൗവനത്തിന്റെ ആദ്യ പാഠം. ഇതിനായി 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1. വിശക്കുമ്പോൾ മാത്രം കഴിക്കുക. സമയം നോക്കി കഴിക്കുന്ന ശീലം മാറ്റുക. വയർ എപ്പോൾ ചോദിക്കുന്നുവോ അപ്പോൾ മാത്രം അതിന് ഭക്ഷണം കൊടുക്കുക. 2. വയർ നിറയുന്നതിന് മുൻപ് നിർത്തുക. വയർ നിറഞ്ഞു കവിഞ്ഞു എന്ന് തോന്നുന്നതുവരെ കഴിക്കരുത്. കുറച്ചുകൂടി കഴിക്കാൻ ഇടമുണ്ട് എന്ന് തോന്നുമ്പോൾ തന്നെ നിർത്തുക. 3. കഴിക്കുന്ന ഭക്ഷണത്തോട് നന്ദിയുള്ളവരായിരിക്കുക. നിങ്ങൾ കഴിക്കുന്ന ഓരോ ഉരുളയും നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാകുന്നു എന്നോർക്കുക. ചവച്ചരച്ച് രുചി അറിഞ്ഞ് കഴിക്കുമ്പോൾ ദഹനം എളുപ്പമാകുന്നു, മുഖത്ത് തെളിച്ചം വരുന്നു. 2ാം ഭാഗം, മനസ്സിനെ കാർന്നുതിന്നുന്ന വിഷം. 2ാമത്തെ കാര്യം കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എപ്പോഴും ദേഷ്യപ്പെടുന്ന ചെറിയ കാര്യത്തിന് പോലും ടെൻഷൻ അടിക്കുന്ന ആളുകൾക്ക് വേഗത്തിൽ പ്രായമാകും. അവരുടെ മുഖത്ത് ചുളിവുകൾ നേരത്തെ വീഴും, മുടി വേഗത്തിൽ നരയ്ക്കും. ബുദ്ധൻ പറയുന്നു, ദേഷ്യമെന്നത് മറ്റൊരാൾക്ക് നേരെ എറിയാൻ വേണ്ടി കയ്യിലെടുത്ത ചുട്ടുപഴുത്ത കനൽ പോലെയാണ്. അത് മറ്റൊരാളെ പൊള്ളിക്കുന്നതിനു മുൻപ് ആദ്യം നിങ്ങളുടെ കൈകളാണ് പൊള്ളിക്കുക. എത്ര വലിയ സത്യമാണത്! നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ രക്തം തിളയ്ക്കുന്നു,
ഹൃദയമിടിപ്പ് കൂടുന്നു, ശ്വാസം വേഗത്തിലാകുന്നു. ശരീരം മുഴുവൻ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതുപോലെയാകുന്നു. ഈ അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ പലതരം രാസമാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇത് നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. തൊലി അയഞ്ഞു തൂങ്ങാനും പ്രായം തോന്നിക്കാനും ഇത് കാരണമാകുന്നു. മനസ്സിൽ പകയും വെറുപ്പും കൊണ്ടു നടക്കുന്നവർ വലിയൊരു ഭാരമാണ് ചുമക്കുന്നത്. ആ ഭാരം അവരുടെ നടുവ് വളയ്ക്കുന്നു, അവരുടെ ഉന്മേഷം കെടുത്തുന്നു. ഇന്നലെ നടന്ന വഴക്കിനെ ഓർത്ത് അല്ലെങ്കിൽ നാളെ നടക്കാൻ പോകുന്ന പ്രശ്നങ്ങളെ ഓർത്ത് നമ്മൾ ഇന്ന് എന്തിനാണ് വേവലാതിപ്പെടുന്നത്? എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുക? ബുദ്ധൻ പഠിപ്പിച്ചത് ഉപേക്ഷ എന്ന മാർഗമാണ്. സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചോർത്ത് വിഷമിക്കാതെ, നടക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോർത്ത് ഭയപ്പെടാതെ ഈ നിമിഷത്തിൽ ജീവിക്കുക. നിങ്ങളെ ആരെങ്കിലും അപമാനിച്ചാൽ അത് അവരുടെ മാത്രം പ്രശ്നമാണ് എന്ന് തിരിച്ചറിയുക. അവർ തന്ന ആ വിഷം നിങ്ങൾ സ്വീകരിക്കാത്തിടത്തോളം കാലം അത് നിങ്ങളെ ബാധിക്കില്ല. മനസ്സ് ശാന്തമാകുമ്പോൾ മുഖം ചന്ദ്രനെപ്പോലെ തിളങ്ങും. ശാന്തമായ മനസ്സിനേക്കാൾ വലിയൊരു സൗന്ദര്യവർദ്ധക വസ്തു ഈ ലോകത്തില്ല. ഓരോ തവണ ദേഷ്യം വരുമ്പോഴും ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ യൗവനമാണ് കത്തിച്ചുകളയുന്നത് എന്ന്. മൂന്നാം ഭാഗം, ഉറക്കവും ശ്വസനവും. ഇനി മൂന്നാമത്തെ രഹസ്യം. പ്രകൃതി നമുക്ക് സൗജന്യമായി തന്ന, എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്ന മരുന്ന് ഉറക്കം. രാത്രി വൈകി വരെ മൊബൈലിൽ നോക്കിയിരിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? എങ്കിലോർക്കുക, നിങ്ങൾ നിങ്ങളുടെ ആയുസ്സാണ് കുറയ്ക്കുന്നത്. ബുദ്ധസന്യാസിമാർ എന്നും കൃത്യസമയത്ത് ഉറങ്ങുകയും സൂര്യോദയത്തിനു മുൻപ് എഴുന്നേൽക്കുകയും ചെയ്യുന്നവരാണ്. നമ്മൾ ഗാഢമായി ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ശരീരം യൗവനത്തിന്റെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പകൽ മുഴുവൻ പ്രവർത്തിച്ച് ക്ഷീണിച്ച കോശങ്ങളെ ശരീരം റിപ്പയർ ചെയ്യുന്നത് ഈ സമയത്താണ്. ശരിയായ ഉറക്കം കിട്ടാത്ത ഒരാൾക്ക് എത്ര വിലകൂടിയ ക്രീം പുരട്ടിയാലും സൗന്ദര്യം ലഭിക്കില്ല. കണ്ണുകൾക്ക് താഴെയുള്ള കറുപ്പും മുഖത്തെ വിളർച്ചയും മാറണമെങ്കിൽ നല്ല ഉറക്കം അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ് ശ്വസനവും. നമ്മൾ മിക്കവാറും പേർ ശ്വസിക്കുന്നത് വളരെ കുറച്ചു മാത്രമാണ്. നെഞ്ചിന്റെ പാതി വരെ മാത്രമെത്തുന്ന ചെറിയ ശ്വാസം. ടെൻഷൻ വരുമ്പോൾ ശ്വാസം മുട്ടുന്നതുപോലെ തോന്നാറില്ലേ? ശ്വാസം കിട്ടാതെ വരുമ്പോഴാണ് കോശങ്ങൾ മരിക്കുന്നത്. ബുദ്ധന്റെ ധ്യാനമാർഗങ്ങൾ പ്രധാനമായും ശ്വസനത്തെക്കുറിച്ചുള്ളതാണ്. ദീർഘമായി വയർ നിറഞ്ഞ് ശ്വാസമെടുക്കുമ്പോൾ ശരീരത്തിലെ ഓരോ കോശത്തിലേക്കും ഓക്സിജൻ എത്തുന്നു. ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചർമ്മത്തിന് സ്വാഭാവികമായ ഒരു തിളക്കം നൽകുകയും ചെയ്യുന്നു. ദിവസവും വെറും 10 മിനിറ്റ് ഫോണും ടിവിയുമെല്ലാം മാറ്റിവെച്ച് വെറുതെ കണ്ണടച്ചിരിക്കുക. നിങ്ങളുടെ ശ്വാസത്തെ മാത്രം ശ്രദ്ധിക്കുക. അത് ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും അറിയുക. ഈ ചെറിയ പ്രവൃത്തിക്ക് നിങ്ങളുടെ പ്രായത്തെ പിടിച്ചു നിർത്താൻ വലിയ കഴിവുണ്ട്. മനസ്സ് ശാന്തമാകുമ്പോൾ ശ്വാസം ദീർഘമാകും. ശ്വാസം ദീർഘമാകുമ്പോൾ ആയുസ്സും ദീർഘമാകും. നാലാം ഭാഗം, ഉള്ളിലെ വെളിച്ചം. അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി. പുറമേ കാണുന്ന സൗന്ദര്യം കാലക്രമേണ മാഞ്ഞുപോകും. തൊലിയിലെ ചുളിവുകൾ ഒരുപക്ഷെ നമുക്ക് തടയാൻ കഴിഞ്ഞെന്നു വരില്ല. പക്ഷേ ഉള്ളിലെ വെളിച്ചം ഒരിക്കലും മങ്ങില്ല. ബുദ്ധൻ പറയുന്നു, മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ, സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം നിറയുന്നു. സന്തോഷമുള്ള ഒരാളുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്കെന്താണ് തോന്നുക? അവർക്ക് പ്രായം കുറവായി തോന്നും, അല്ലേ? ചിരിക്കുന്ന മുഖത്തിനെപ്പോഴും ചെറുപ്പമാണ്. അസൂയ, കുശുമ്പ്, പരദൂഷണം എന്നിവ മനസ്സിന്റെ മാലിന്യങ്ങളാണ്. അത് മുഖത്തിന്റെ പ്രകാശം കെടുത്തുന്നു. എന്നാൽ എല്ലാവരെയും സ്നേഹിക്കുന്ന, സഹായിക്കാൻ മനസ്സുള്ള ഒരാളുടെ മുഖത്ത് ഒരു മേക്കപ്പിനും നൽകാൻ കഴിയാത്ത തിളക്കമുണ്ടാകും. യൗവനം എന്നത് തൊലിയുടെ നിറത്തിലല്ല, അത് മനസ്സിന്റെ ഊർജ്ജത്തിലാണ് ഇരിക്കുന്നത്. കുട്ടികളെപ്പോലെ നിഷ്കളങ്കമായി ചിരിക്കാനും ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താനും കഴിയുമെങ്കിൽ നിങ്ങൾ എന്നും ചെറുപ്പമായിരിക്കും. സുഹൃത്തുക്കളെ, വയസ്സാകുക എന്നത് ശരീരത്തിന്റെ നിയമമാണ്, അത് പ്രകൃതിയുടെ തീരുമാനമാണ്. പക്ഷേ മനസ്സുകൊണ്ട് എന്നും ചെറുപ്പമായിരിക്കുക എന്നത് നമ്മുടെ തീരുമാനമാണ്. ഡോക്ടറെ കാണാതെ, മരുന്നുകൾ കഴിക്കാതെ യൗവനം നിലനിർത്താൻ ബുദ്ധൻ പറഞ്ഞ ഈ 4 കാര്യങ്ങൾ ഇന്നു തന്നെ ജീവിതത്തിൽ പകർത്തി തുടങ്ങൂ. 1. വിശക്കുമ്പോൾ മാത്രം മിതമായി കഴിക്കുക. ഭക്ഷണമാണ് മരുന്ന് എന്ന് തിരിച്ചറിയുക. 2. ദേഷ്യം ഉപേക്ഷിച്ച് മനസ്സ് ശാന്തമാക്കുക. ക്ഷമ ശീലിക്കുക. 3. നന്നായി ഉറങ്ങുകയും ദീർഘമായി ശ്വസിക്കുകയും ചെയ്യുക. ശരീരത്തിന് വിശ്രമം നൽകുക. 4. സ്നേഹവും കരുണയും ശീലമാക്കുക. ഉള്ളിൽ സന്തോഷം നിറയ്ക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് മാറ്റാൻ ഏറ്റവും പ്രയാസം? അല്ലെങ്കിൽ ഏത് കാര്യമാണ് നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങാൻ പോകുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ എന്റെ ആരോഗ്യം സംരക്ഷിക്കും എന്ന് ഒരു പ്രതിജ്ഞയായി താഴെ കമന്റ് ചെയ്യൂ. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇനിയും ഇത്തരം നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.